പ്രിയപ്പെട്ടവരെ, 2025 ചേർപ്പ് പെരുവനം പൂരത്തിൻ്റെ ആനക്കാഴ്ചകളിലേക്കും മേളപ്പെരുമയിലേക്കും നിങ്ങളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏപ്രിൽ മാസം 6-ാം തീയതി തൃശ്ശൂരിലെ ചേർപ്പ് പെരുവനം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് നമ്മളിപ്പോൾ. ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനടുത്തേക്ക് നടന്നെടുക്കുമ്പോൾ മനസ്സിന് ഉന്മേഷം നൽകുന്ന വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ കടന്നു വരിക. തൃശ്ശൂർ റൗണ്ടിലെ തേക്കിൻകാട് മൈതാനത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള ഒരു പ്രത്യേക ഒരു സുഖമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ അമ്പലത്തിനോട് ചേർന്ന പരിസരം ചേർപ്പിലെ സാംസ്കാരികമായ പൈതൃകത്തിൻ്റെ ഒരു നടുമുറ്റം കൂടിയാണ്. ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയും ജനകീയ മുന്നേറ്റങ്ങളും ഈ ക്ഷേത്രത്തിന് ചുറ്റിപ്പറ്റിയാണ് എന്നും ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട. ഒരു കാലത്ത് ഈ പ്രദേശത്തുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങളും തന്നെ പെരുവനം ദേവസ്വത്തിൻ്റെ കീഴിലായിരുന്നു. നമ്മുടെ പട്ടയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോഴും കാണാം. തൃശ്ശൂരിൻ്റെ മേളപ്പെരുമയുടെ ഉത്ഭവം തന്നെ പെരുവനം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പഴമക്കാരെല്ലാവരും നമ്മളോട് പറയുന്നത്. ഇവിടെ പടിഞ്ഞാറേ നടയിൽ ചേർപ്പ് ഭഗവതിയുടെ ചമയപ്രദർശനവും അതുപോലെ പാണ്ടിമേളത്തിൻ്റെ പ്രാമാണികനായ പെരുവനം കുട്ടന്മാരാർക്കുള്ള പ്രത്യേക ആദരവും ഒരുക്കി വച്ചിരിക്കുന്നു. ഇനി അല്പം ചമയക്കാഴ്ചകളാകാം അല്ലേ? നമ്മുടെ പെരുവനം കുട്ടന്മാരാർ. ഇവിടെ മതിൽക്കെട്ടിന് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറച്ച് ആനകളെ ഇവിടെ അണിനിരത്തിയിട്ടുണ്ട്. അവരെ ആനച്ചമയങ്ങളൊക്കെ അണിയിച്ച് നെറ്റിപ്പട്ടൊക്കെ കെട്ടി മനോഹരമാക്കുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. 6 മണിയോടെ ആറാട്ടുപുഴ ശാസ്താവ് തെക്കേ മതിൽക്കെട്ടിൻ്റെ അകത്ത് അണിനിരന്ന് നടവഴി ഇറങ്ങും. ആ എഴുന്നള്ളിപ്പിന് തിടമ്പ് വഹിക്കുന്നത് ചിറക്കൽ കാളിദാസൻ ആണ്. ഈ നിരന്നു നിൽക്കുന്ന ആനകളെല്ലാം തന്നെ അവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതിന് അമ്പലത്തിനകത്തു നിന്നും അത് കൊണ്ടുവന്ന് അവർക്ക് ഏൽപ്പിക്കും. അത് മസ്തകത്തിൽ കെട്ടി ഉറപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇവരുടെ തൊട്ട് മുൻപിലുള്ള തറയിൽ കയറി നിന്ന് നമുക്കിത് കാണാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഒരുപാട് പേര് അതുകൊണ്ട് ഇവിടെ തടിച്ചു കൂടി നിന്ന് ഈ കാഴ്ച, മനോഹരമായ കാഴ്ച ആസ്വദിക്കുകയാണ്. നോക്കൂ, എല്ലാവരും നെറ്റിപ്പട്ടൊക്കെ കെട്ടിക്കഴിഞ്ഞു. കൊമ്പന്മാർ അണിനിരക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് ഇവർ മുത്തുക്കുടയൊക്കെ ഏന്തി തെക്കേ ഭാഗത്തേക്ക്, അമ്പലത്തിൻ്റെ തെക്കേ ഭാഗത്തേക്ക് പോവുകയാണ്. എന്താല്ലേ ഈ ആനച്ചന്തം എന്ന് പറയുന്നത് ഇതാണ്. വെറുതെ അല്ല മലയാളികൾ ഉത്സവപ്പറമ്പിൽ നിന്ന് ആനകളെ മാറ്റാത്തത്. ഇതിനിടയ്ക്ക് ചാത്തക്കുടം ശാസ്താവ് തൊട്ടിപ്പാൾ ഭഗവതിയും ഒന്നിച്ച് കിഴക്കേ നടവഴി കയറുന്ന കാഴ്ചയാണ് ഇത്.
പോകുന്നു.